അപ്പോൾ അതാ കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കേരള ജോഗ്രഫിയുടെ ക്ലാസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ. എസ്പെഷ്യലി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എഴുതുന്നവരെ കൂടെ എയിം ചെയ്തിട്ടാണത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് മാത്സിലോട്ടും കൂടെ ഒന്ന് ശ്രദ്ധ തിരിക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ മാത്സിൽ മുമ്പ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ടിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് 1.5 മിനിറ്റിൽ എങ്ങനെയാണ് ഈ കണക്ക് സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി 1.5 മിനിറ്റിനല്ല, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ തന്നെയായിരുന്നു ചെയ്തപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റി. സോ 1 മിനിറ്റിനുള്ളിൽ നിങ്ങളത് സോൾവ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തോരം സമയമാണ് നിങ്ങൾ ലാഭിക്കുന്നത് ഇതുപോലെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. രാജു ഒരു സൈക്കിൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷം 20% വിലക്കുറവിൽ വിറ്റു. ആ സൈക്കിൾ 10% വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് 100 രൂപ അധികം കിട്ടിയേനെ. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില? അതായത് രാജു ആ സൈക്കിൾ ആദ്യം വാങ്ങിച്ച വിലയില്ലേ, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ SSCക്കൊക്കെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിലാണ് പറഞ്ഞ് ശീലിക്കുന്നത്. അതായത് രാജുവിൻ്റെ ചെലവ് അഥവാ രാജു വാങ്ങിച്ച പൈസ എന്ന് നമ്മൾ പറയുന്നത് CP, കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞ് ശീലിക്കുക. ചിലവായ പൈസ എന്ന് വേണമെങ്കിൽ മലയാളത്തിലാക്കി പറയാം. ഓക്കെ, ആ ചിലവായ പൈസ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ X എന്ന് വിളിക്കുന്നു അല്ലേ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രാജു അതിനെ 20% വിലക്കുറവിൽ വിൽക്കുന്നു. 20% കുറവിൽ വിൽക്കുന്നു. അതായത് Xയിൽ നിന്നും 20% കുറവ് പൈസയിലാണ് വിൽക്കുന്നത്. അപ്പോൾ വിൽക്കുന്ന പൈസ നമുക്ക് സെല്ലിംഗ് പ്രൈസ് SP എന്ന് വിളിക്കാം. അപ്പോൾ രാജു ശരിക്കും വിറ്റത് എന്താ 20% കുറവിലാണ്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഇവിടെ ഒരു ഷോർട്ട് കാണുന്നുണ്ടോ? ഈ ഷോർട്ട് നിങ്ങൾ ഇപ്പം ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഇത് പോസ് ചെയ്തിട്ട് അത് പോയി കാണുക. ഓക്കെ, ഇനി അത് നമ്മുടെ ചാനലിലെ ഷോർട്സ് സെക്ഷനിൽ പോയാൽ താഴോട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും എൻ്റെ ലിങ്കും ഇടാം. ചില സമയങ്ങളിൽ കമൻറ്റിലിടുന്ന ലിങ്ക് ആൾക്കാർക്ക് ക്ലിക്കബിൾ ആയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചത്. അങ്ങനെ ലിങ്കിൽ കാണിക്കുമ്പോഴത്തേക്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്സിൽ പോവാൻ താഴോട്ട് തട്ട് അവിടെ ഇതുണ്ടാവും. ഓക്കെ, അത് നോക്കിയിട്ട് വരിക. എന്നാലും ഞാനൊരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പം നമുക്കൊരു വാല്യൂ ഉണ്ട്. അയ്യോ, അത് X ആണെന്ന് വിചാരിക്കുക. ആ Xയിൽ നിന്നും 20% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതിനെ ചെയ്യുന്നത് 20% എന്ന് പറഞ്ഞാൽ എന്താ? 20% എന്ന് പറഞ്ഞാൽ 100ൽ 20 അല്ലേ. 100ൻ്റെ 20 ആണ് 20%. അതായത് എന്താണത്? 2/10 അഥവാ എന്താ പിന്നെയും പോയാൽ എന്താ 5/1. 5/1 5-20 ചേരുമ്പോഴാണല്ലോ 100 ആവുന്നത്. അപ്പോൾ 5/1 അതിൻ്റെ ഫ്രാക്ഷൻ രൂപം. അപ്പോൾ 20% ഫ്രാക്ഷൻ രൂപം നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വാല്യൂവിൽ നിന്നും 20% കൂടുകയോ കുറയുകയോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നറിയോ? അതായത് 20% ഫ്രാക്ഷൻ 1/5 ആണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. അത് മനസ്സിലാകും, ഉറപ്പിച്ചോ. എന്നിട്ട് X എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്ന് 20% കൂടുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ X ഇൻറ്റു 20% ഫ്രാക്ഷൻ എടുക്കുക. എന്നിട്ട് എന്താ കൂടുകയല്ലേ. കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററായിട്ട് കൂട്ടണം. അപ്പോൾ എന്താ 5 + 1/5 എന്താ 6/5 എന്ന് വരും. ഇത് 20% കൂടുകയാണെങ്കിൽ. 20% കുറയുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിനെ കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 4/5. ഇത് 20% മാത്രമല്ല, ഏതൊരു സാധനത്തിൻ്റെ ഫ്രാക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. മാത്രമല്ല ഇതിനകത്ത് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ SSCക്കാർക്ക് കൂടെ എല്ലാവർക്കും കൂടെ പെർസെൻറ്റേജസ് എന്ന് പറഞ്ഞ ബേസിക് അരിത്തമാറ്റിക് ക്ലാസ് ഞാൻ എടുക്കും. അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. കാരണം ആ ലെവലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ കണക്കുകളൊക്കെ വെറുതെ ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ബാക്ക് ടു ഇതിലോട്ട് വരാം. അപ്പോൾ ഈ ഷോർട്ട് നിങ്ങൾ പോയി കാണുക. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യവും കേൾക്കുക. അത് മനസ്സിൽ തറവാക്കിയതിന് ശേഷം ചോദ്യത്തിലോട്ട് വരിക. അപ്പോൾ ചോദ്യത്തിലോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്താ? X ആണ് കോസ്റ്റ് പ്രൈസ്, രാജു വാങ്ങിയ വില. എന്നിട്ട് എന്തിനാണ് കൊടുത്തത്? 20% കുറഞ്ഞു. 20% കുറയുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേ? 20% എന്ന് പറഞ്ഞാൽ 5/1 ഞാൻ പറഞ്ഞു.
കുറയുകയാണ്. കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കുറയ്ക്കണം. അപ്പോൾ എന്താ? 4/5 ആയി. അപ്പോൾ എന്താ അതിൻ്റെ വില? എന്താ? 20% വില, എക്സിൻ്റെ 20% കുറഞ്ഞ വില എന്താ? എക്സ് ഇൻറ്റു 4/5 അഥവാ 4x/5 എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ശരിക്കും സംഭവിച്ചതാ. ഇത് ശരിക്കും സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 10% കുറവ് കൊടുത്തിരുന്നെങ്കിൽ 100 രൂപ കൂടുതൽ കിട്ടിയേനെ. ഇപ്പോൾ കൊടുത്തതിനെക്കാട്ടും 100 രൂപ കൂടുതൽ കിട്ടിയേനെ. അതായത് എന്താ? നടക്കാൻ സാധ്യതയുള്ളൊരു സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ 10% കുറവ്. അപ്പം എന്താ? എക്സിൻ്റെ 10% കുറവ്. നേരെ പറഞ്ഞ പോലെ എന്താ? 100ൽ 10 എന്താ? ഇങ്ങനെയല്ലേ? 1/10 അല്ലേ? 1/10 ആണ്. എന്താ? കുറയുകയല്ലേ? കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 10ന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 9/10 ആവും. കൂടെ വരുന്നത് 11/10 ആവും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ? എക്സ് ഇൻറ്റു 9/10 അല്ലേ? അപ്പോൾ എന്താ? 10% കുറച്ച് കൊടുത്തപ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ് ഇത്, 20% ഉള്ളപ്പോൾ ഇത്. അതെന്താ? അതിനേക്കാൾ 100 രൂപ കൂടുതലാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ എന്താവും? 4x/5 അല്ലേ ഇത്? അതിനേക്കാൾ 100 രൂപ കൂടുതലാണ് എന്ത്? 20% അല്ല സോറി 10% കുറച്ച് കൊടുത്തപ്പോൾ കിട്ടിയ എന്താ? 9x/10 അല്ലേ? ഇനി എന്താ? ഇതെന്താ? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 4x + 5 × 100 500 ഈക്വൽ ടു 500/5 ഈക്വൽ ടു 9x/10 അല്ലേ? അപ്പോൾ എന്താ? ഈ 5ഉം ഈ 10ഉം വെട്ടിപ്പോയില്ല, 2 ആയി. അപ്പോൾ ഇത് പിന്നെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 4x 8x പ്ലസ് 2 × 500 1000 ഈക്വൽ ടു 9x അല്ലേ? 9x 8x പോകുമ്പോൾ എന്താവും? എക്സ് ആവും. എക്സിൻ്റെ വാല്യൂ ഇപ്പുറത്ത് എന്താ? 1000. അപ്പോൾ എന്താ? എക്സിൻ്റെ വാല്യൂ 1000 ആയി. ചോദിച്ചിരുന്നത് എന്താ? നമ്മൾ എക്സ് എന്നെടുത്ത് തന്നെയല്ലേ? ചിലവായ പൈസ, രാജുവിന് ചിലവായ പൈസ തന്നെയല്ലേ രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില? അത് എത്ര? 1000 രൂപ. എത്രയാ? ഓപ്ഷൻ എ. അപ്പം മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ഫ്രാക്ഷൻ്റെ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പേഴ്സൻറ്റേജിൻ്റെ. അതിന് ഈ ഷോട്ട് വീണ്ടും പോയി കാണുക. അതോടൊപ്പം തന്നെ അത് ഡെയിലി റിവൈസ് ചെയ്യുക, അതിനകത്ത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? പിന്നെ നിങ്ങൾ PSC ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരായതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ കേരള ജോഗ്രഫിയുടെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. കേരള ജോഗ്രഫിയുടെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് കേരള ജോഗ്രഫിയുടെ പാർട്ട് 2 അല്ല, നമ്മുടെ സിലബസ് വൈസ് കേരള ഹിസ്റ്ററി, കേരള ഇക്കണോമി, കേരള ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇതൊക്കെ വരും. ഇതിൻ്റെയൊക്കെ ചാപ്റ്റർ 1 വന്നതിന് ശേഷം എല്ലാത്തിനും ചാപ്റ്റർ 2 തുടങ്ങുള്ളൂ. ഇതല്ലാതെ ഇന്ത്യൻ പോളിറ്റി നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പോളിറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് അതും കാണാം. അതുപോലെ തന്നെ SSCക്കാർക്കും എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഇക്കണോമി, 5 ഇയർ പ്ലാൻസ്, ഈ വീഡിയോസൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരും. അതും ഈ സീരീസും എല്ലാം കൂടെ നിങ്ങൾക്ക് മേക്ക് യൂസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം വരുന്നതിന് മുമ്പ് എസ്പെഷ്യലി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം വരുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് തയ്യാറെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കീപ്പ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ലാഗ് ആവരുത്. ഓക്കെ, ലാഗ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്യാനുള്ള സമയം പോവും. ലിറ്ററലി ഞാനും ഇപ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പോലെ ഒരു ആസ്പിരൻറ്റിൻ്റെ അതേ ടൈം ഫ്രെയിമിലല്ലേ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എക്സാം അടുത്ത വർഷമൊക്കെയാണ് വരുന്നതെങ്കിലും അപ്പോൾ നിങ്ങൾ ആ ടൈം ഫ്രെയിം വിടാതെ പിന്തുടരുക PSCക്കാർ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. റെഡി ആയിട്ടിരിക്കുക. ഒരു ഉപേക്ഷയൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യത്തിൽ. ഓക്കെ, നന്നായിട്ട് തന്നെ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.